വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4th സെമസ്റ്റർ റിവാലുവേഷൻ റിസൾട്ട്സ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തു. റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ മാർക്സ് അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ബട്ട് മെജോറിറ്റി കുട്ടികളുടെ മാർക്സിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചോദിക്കുന്നത് സോ നോ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് സ്റ്റെപ്പിലോട്ട് കടക്കാൻ സാധിക്കും? കാരണം ഒരു പേപ്പറൊക്കെ പോയിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മോഡറേഷൻ PGക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? നമ്പർ 1. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത്, ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഒരു വർഷം ഞങ്ങളുടെ പോകുമോ? ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ തന്നെയാണോ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാം വരാൻ സാധ്യത? അതല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പെട്ടെന്ന് തന്നെ ഒരു എക്സാം വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റി സാധാരണ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ എക്സാം വരുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ സപ്ലിമെൻ്ററി എക്സാം എഴുതണമെങ്കിൽ ജൂനിയേഴ്സിൻ്റെ 4th സെമസ്റ്റർ സാധാരണ ഇപ്പോൾ മാർച്ചിലൊക്കെയാണ് വരാറ്. സോ ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അതിന് മുമ്പ് എക്സാം വിളിക്കില്ല. സോ അതിനേക്കാൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 3rd and 4th സപ്ലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം അവിടെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വർഷം അവിടെ പോകും റിസൾട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 3rd and 4th സെമസ്റ്ററിലത്തെ കുട്ടികൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പ്രോബ്ലം പേപ്പേഴ്സിലോട്ടൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ എപ്പോഴും പറയുന്നതാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്നൊരു എക്സാം ഉണ്ടാവില്ല. ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ കാര്യം. ദെൻ മോഡറേഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. PGക്കൊക്കെ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എസ്പെഷ്യലി 4th സെമസ്റ്ററിലൊക്കെ പ്രോബ്ലം പേപ്പേഴ്സിന്. നമുക്ക് ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ യൂഷ്വലി അവർ പറയാറ് മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കാണെങ്കിൽ പിന്നെ അതിന് വരേണ്ട ആവശ്യമില്ല. ബട്ട് കുറച്ച് മാർക്കിനൊക്കെ പോയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, ചില ആൾക്കാർക്ക് കിട്ടാറില്ല, ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പറയും ഇല്ല, മോഡറേഷനൊക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മാർക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇനി ട്രൈ ചെയ്യേണ്ട. ബട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ 4-5 മാർക്കിനൊക്കെ ഉള്ളിലൊക്കെ പോയിട്ടുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുണ്ട്. ബട്ട് അത് വളരെ ചുരുങ്ങിയ കേസിൽ മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. PGയുടെ കേസിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് ചാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ്, ഞാൻ നല്ല രീതിയിൽ എഴുതിയതാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് അത്രത്തോളം ഉണ്ടെങ്കിൽ റിവാലുവേഷൻ്റെ കൂടെ തന്നെ സ്ക്രൂട്ടിനിക്കും അപ്ലൈ ചെയ്യുക, ഫോട്ടോ കോപ്പി അതിന് വേണ്ടിയിട്ടും കൂടി അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ നമ്മൾ എഴുതിയതിന് എങ്ങനെയാണ് മാർക്ക് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റുകൾ അറിയാം. അപ്പോൾ റിവാലുവേഷന് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 2 കാര്യങ്ങൾ കൂടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ഞാൻ എഴുതിയതിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ കാണിപ്പിക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ, ദെൻ നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സിന് ലൈവ് ക്ലാസ്സും അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. 3rd സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 4th അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.